കുമ്പളങ്ങി നൈറ്റ്സിന്റെ ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ജലപ്പരപ്പിൽ ഒഴുകുന്ന ടെക്സ്റ്റ് എഫക്റ്റാണ് അതിന് നൽകിയിട്ടുള്ളത്. അത്രത്തോളം ഇഷ്ടമായ സിനിമയായതുകൊണ്ട് പലപ്പോഴും എടുത്തു കാണാറുണ്ട്. ഈ അടുത്ത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ജലവും ഈ സിനിമയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അത് ടൈറ്റിലിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഫിലോസഫിയിലും ആത്മീയതയിലും ജലത്തിന് ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. ആ ഒരു സംഗതി എങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സിൽ സിംബലൈസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, ഹീലിങ്ങിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജലത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഫിലോസഫിയിൽ പ്രധാനമായും 3 കാര്യങ്ങളെയാണ് വെള്ളം സിംബലൈസ് ചെയ്യുന്നത്: ചേഞ്ച്, ഹീലിംഗ് ആൻഡ് ദ ഫ്ലോ ഓഫ് ലൈഫ്. കുമ്പളങ്ങിയിൽ ഭൂരിഭാഗം സമയവും വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറുതുരുത്തിലാണ് സജിയും അനിയന്മാരും താമസിക്കുന്നത്. ബോബി ബേബിയെ ആദ്യമായി കാണുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും, പിണക്കത്തിന് ശേഷം ഇണങ്ങുന്നതും, ബോണി വിദേശ വനിതയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും തുടങ്ങി എല്ലായിടത്തും ജലം ഒരു നിശബ്ദ കഥാപാത്രമായി ഉണ്ട്. ആദ്യ പാട്ടുപോലും തുടങ്ങുന്നത് വെള്ളമിളകുന്ന ശബ്ദത്തിൽ നിന്നാണ്. ഇങ്ങനെ വെള്ളം പല രീതിയിൽ സിനിമയിൽ വളരെ ബ്രില്യൻ്റായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സജിയുടെ വീടിൻ്റെ അകം അധിക സമയം ഡ്രൈ ആയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വീടിനുള്ളിലെ അക്വേറിയം പോലും ഉണങ്ങിയ മണൽ നിറഞ്ഞ ചവറുകൾ ഇടുന്നൊരു പാത്രമായാണ് കാണിച്ചിരിക്കുന്നത്. ജലം ഒരു വീടിൻ്റെ അകം എത്രത്തോളം ഭംഗിയാക്കും എന്നതിൻ്റെ ഏറ്റവും മിനിമൽ ഉദാഹരണമാണ് അക്വേറിയം. അതുപോലും വരണ്ടുണങ്ങിയ രീതിയിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം വരണ്ട ജീവിതവും ജീവനുകളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന് തന്നെയാണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ സജിയുടെ വീടിന്റെ സൈഡിൽ കാണിക്കുന്ന കള്ളിമുൾ ചെടി ഈ വരൾച്ചയ്ക്ക് അടിവരയിടുന്നുണ്ട്. ആ വീടിന് ചുറ്റും വെള്ളവും പച്ചപ്പും ഉണ്ടെങ്കിലും അതിനകം വരണ്ടതും ഉണങ്ങിയതും ചാരം നിറഞ്ഞതുമാണ്. ജലം അവരുടെ ജീവിതത്തിൽ എങ്ങനെ നറുമാരിയായി പെയ്യുന്നു എന്ന് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ പറയുകയാണ് മധു സി നാരായണൻ ചെയ്യുന്നത്. ഭൂമിയിൽ സർവ്വതിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ജലം. കുമ്പളങ്ങി നൈറ്റ്സിലെ എഴുതാ കഥ പോൽ എന്ന് തുടങ്ങുന്ന പാട്ടിൽ ഒരു വരിയുണ്ട്: ഈ ഒരു വരിയിൽ ഈ സിനിമ മുഴുവൻ വിനായകി ശശികുമാർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സജിയുടെയും അനിയന്മാരുടെയും വരണ്ടുണങ്ങിയ വഴിയിൽ ജീവന്റെ ജലം നിറയുകയാണ്. സിനിമ തുടങ്ങുമ്പോൾ മാനസികമായി അകൽച്ചയിലുള്ള സഹോദരന്മാരെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ അകൽച്ചയ്ക്കുള്ള കാരണം എന്താണെന്ന് സിനിമ വ്യക്തമായി പറയുന്നില്ലെങ്കിലും അച്ഛനായ നെപ്പോളിയൻ മരിച്ചതിനു ശേഷമായിരിക്കണം അവർ ക്രമേണ അകലാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അകമേ ആദ്യം അകന്ന അവർ അച്ഛൻ മരിച്ചതോടെ പുറമേയും അകൽച്ചയിലായി. പല തന്തയ്ക്ക് ജനിച്ചവർ എന്നാണ് നാട്ടുകാർ അവരെക്കുറിച്ച് പറയുന്നത്. ഇത് ഷമ്മിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. നെപ്പോളിയൻ്റെയും ആദ്യ ഭാര്യയുടെയും മകനാണ് സജി. ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം നെപ്പോളിയൻ ബോണിയെയും അവൻ്റെ അമ്മയെയും കൂട്ടി വീട്ടിൽ വരുന്നു. ഈ ബന്ധത്തിൽ ജനിക്കുന്നവരാണ് ബോബിയും ഫ്രാങ്കിയും. ഇതുകൊണ്ടാണ് അവരെ നാട്ടുകാർ പല തന്തയ്ക്ക് ജനിച്ചവരാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാകുന്നതും. ഈ ഒറ്റപ്പെടലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആ ചെറുതിരുത്തിലെ അവരുടെ വീട്. സോകോൾഡ് സോഷ്യൽ നോംസിന് പുറത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇതൊരിക്കലും അവരുടെ കുറവായോ കുറ്റമായോ സിനിമ അടയാളപ്പെടുത്തുന്നില്ല. പകരം ഇത്തരം നോംസ് വെച്ച് അവരെ ജഡ്ജ് ചെയ്യുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെയാണ് സിനിമ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. വഴി മാത്രമേ ഞങ്ങളുടെയുള്ളൂ, തീട്ടപ്പറമ്പ് നാട്ടുകാരുടെയാണ് എന്ന് ബോബി ഷമ്മിയോട് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ സമൂഹത്തിന്റെ ഈ ഒറ്റപ്പെടുത്തലിനേക്കാൾ സജിയെയും അനിയന്മാരെയും ഉലച്ചിരുന്നത് അവർക്കിടയിലെ ആന്തരിക സംഘർഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഫ്രാങ്കി പറയുന്നത് ഇത്രയും മോശമായൊരു വീട് ഈ പഞ്ചായത്തിൽ വേറെയില്ലെന്ന്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നത് വെള്ളത്തിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അവിടെ ശരിതെറ്റുകൾക്കും ജഡ്ജ്മെന്റുകൾക്കും സ്ഥാനമില്ല. ഈ ഒരു ഉൾക്കൊള്ളൽ സംഭവിക്കുമ്പോഴാണ് സജിയുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നത്. സതിയെയും നൈലയെയും അവരുടെ റിലേഷനെയും ഉൾക്കൊള്ളുമ്പോഴാണ് ആ വീട്ടിൽ വെളിച്ചം നിറയുന്നത്. സ്റ്റാറ്റസ് നോക്കി നിൽക്കാതെ മീൻ പിടിച്ച് ജീവിക്കാൻ ബോബി തീരുമാനിക്കുമ്പോഴാണ് ആ വീട്ടിലെ കള്ളിമുൾ ചെടി പോലും പൂവിടുന്നത്. വിധിക്കാതെ പരസ്പരം ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് പ്രധാനം. പ്രശസ്ത ഗ്രീക്ക് ചിന്തകൻ
ഹെറാക്ലീറ്റസ് വെള്ളത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. പുഴയിലെ ഒരേ ജലത്തിൽ നമുക്ക് 2 തവണ കാലുകുത്താൻ കഴിയില്ല എന്ന്. അതായത് തുടർച്ചയായ മാറ്റം സംഭവിക്കുന്ന ഒന്നാണ് ജലം. സിനിമയിലെ സജിയും അനിയന്മാരും അതുപോലെയാണ്. തുടർച്ചയായ മാറ്റമാണ് അവരെ ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റുന്നത്. സജിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് മുരുകൻ ആണെങ്കിൽ ബോബിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ബേബിയാണ്. ഉൾക്കൊള്ളുക എന്നതാണ് കാര്യം. സജി പറയും പോലെ കൂട്ടുകാരൻ പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ അതെടുക്കണം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ജലം പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്: ചേഞ്ച്, ഹീലിംഗ്, ഫ്ലോ ഓഫ് ലൈഫ്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് കുംബ്ലങ്ങി നൈറ്റ്സും പറയുന്നത്. കുംബ്ലങ്ങി നൈറ്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിൽ പറയുക.